അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദയുടെ നേരേക്ക് ഉമ്മ ചീത്ത പറഞ്ഞുകൊണ്ട് അടുക്കുകയാണ്. എന്നാൽ സൗദ പറഞ്ഞു, ഉമ്മ എന്താടി എന്താ എനിക്ക് ഇപ്പോഴും ഓനെനിക്ക് വിടാനായിട്ടില്ലല്ലേ? ഇത്ര ദിവസം ഇവിടെ എന്നിട്ടും എൻ്റെ ഒരു ചിന്തല്ല, എനിക്ക് ഓനെ കുറിച്ച ചിന്ത. ഉമ്മ, എനിക്ക് നവാസ് ഖാൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല. എൻ്റെ പൊന്നാര പെണ്ണേ, എന്നോട് സ്നേഹമില്ലാത്ത ആളെ ഈ സ്നേഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പരാതി കൊടുക്കുക, കേസ് കൊടുക്കുക എന്നുള്ളത്. എന്നാടി അത്രക്കും നഷ്ടപരിഹാരം കിട്ടില്ല. ഇജെന്താ ബുദ്ധിക്ക് കളിക്കാത്തത്? അതെ, ഞാൻ എൻ്റെ ബാപ്പാനോട് എന്താ കാട്ടിയതെന്നോ? ഞാൻ പറഞ്ഞു, കോടതിയിൽ പോയി പറഞ്ഞു, കേസ് ഞാൻ കൊടുത്തു. എൻ്റെ പുതിയാപ്പിൾക്ക് വേറെ പെണ്ണുങ്ങളായിട്ടാണ് കളിയും കാര്യങ്ങളും, നമ്മളായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ചിലവ് തരാനുള്ളത് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ടെന്താ മൂപ്പര് എന്ത് കാട്ടി? ഞാൻ കേസ് കൊടുത്ത മൂപ്പരെ പേരിലേ മൂപ്പർക്ക് ഉണ്ടായിരുന്ന പെരയും പറമ്പും വിറ്റുകാണ്ട് എനിക്കുള്ള നഷ്ടപരിഹാരം തന്നു. അതോടുകൂടി റാഹത്തായി. ഞാനും എൻ്റെ മക്കളും ഒറ്റക്കൺ ജീവിതം തുടങ്ങി. കുറച്ച് ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണം. ഇപ്പം മൂപ്പര് വരവും മാറ്റിയില്ലേ? അല്ലെങ്കിൽ ഒന്ന് പാളിയൊക്കെ പോയിനു, അല്ലാതെ വേറെ വഴിയില്ല. അതന്നെ അങ്ങനത്തോൽക്കുള്ള പരിപാടി ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എൻ്റെ ഭർത്താവ് എൻ്റെ കെട്ടിയോനെ വിചാരിച്ചിങ്ങനെ കാത്തുക്കല്ലേ വേണ്ടിയത്. ഉമ്മ, എനിക്ക് പേടിയാണ് ഉമ്മ. എന്തിനു പേടി? ഞാൻ പറഞ്ഞിക്കണല്ലോ, ഓൻ പോയെങ്കിലെന്താ, അന്നെ സത്താറിനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അല്ലോ, എനിക്ക് പേടിയാണ് അയാൾ. എന്ത് പേടിയടി? അന്നെ പൊന്നു പോലെ നോക്കുവനെ. വേണ്ടുമ്മ, അയാൾക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. എന്നോട് ആ താത്ത പറഞ്ഞിരുന്നു അത് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അതിനെന്താടി? ആണുങ്ങളാകുമ്പോൾ കുറച്ച് ആണത്തുള്ള പരിപാടിയൊക്കെ നടത്തും, കുറച്ച് ഞാൻ കുടിച്ചു ചുട്ടും, വലിയ കുഴപ്പമൊന്നുമില്ല. പഠിച്ചോനെ, ഉമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? നിങ്ങൾ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടുകയാണോ ചെയ്യുന്നത്? ഞാനല്ല തള്ളിയിടണത്, എന്നെ കര കയറ്റാണ് ഞാൻ. ഇതിപ്പോൾ എൻ്റെ ജീവിതം എന്താപ്പോൾ? പുതിയാപ്പിളുണ്ട്, പെരക്കാരുണ്ട്, വന്ന് നോക്കിയോ എൻ്റെ പുതിയാപ്പിളൊന്ന്? ഉമ്മ വന്നില്ലേ? ഉമ്മയും വന്നു, ഷാമോനിക്കും വന്നു. ഷാമോനായിട്ട് എന്നെ കെട്ടിയത് ഷമ്മാസാണോ? എന്നെ കെട്ടിയത് പറയും. എന്നെ നിക്കാഹ് കഴിച്ചത് ഷമ്മാസാണെങ്കിൽ ഓക്കെ. ഇത് എന്നെ കെട്ടിയത് നിക്കാഹ് കഴിച്ചതും ഷമ്മാസല്ല, അത് നവാസാണ്. ഓനാണ് വരേണ്ടത്, അല്ല ഷമ്മാസല്ല. ഓർത്തോ? എൻ്റെ ഉമ്മ, ആരായാലും വന്നില്ലേ? ഇജെന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നല്ലോ ഓർത്തോ. ഉമ്മ, എനിക്ക് നവാസ്ക്കില്ലാതെ കഴിയൂലമ്മ. എനിക്ക് എൻ്റെ പ്രസവവും കാര്യങ്ങളും, പിന്നെ ഞാൻ അനാഥമായ കുട്ടീനെ പോറ്റി നടക്കേണ്ടി വരും. എന്താടാ, എനിക്ക് നവാസ് ഇല്ലാതെ കഴിയൂലേ? എനിക്ക് പൈസ കിട്ടിയാൽ പോരെ, എന്തിനാടി നവാസിനെ? ഉമ്മ, എനിക്ക് നിങ്ങളെ പോലെ ജീവിക്കാൻ കഴിയൂല. എനിക്ക് ഭർത്താവില്ലാതെ കുട്ടീനെ മാത്രം നോക്കി ജീവിക്കാനൊന്നും കഴിയൂല. എന്താ എൻ്റെ പൊന്നാരപ്പണ, എനിക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ, നവാസ്ക്കെങ്കിലും പുത്തൻ വീട് തറവാട്ടുകാരില്ലെങ്കിലും എനിക്ക് നവാസ്ക്കാനെങ്കിലും തിരിച്ചു കിട്ടണം. വല്ലാത്തൊരു പുതുമായി പോയത്. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ, നവാസിനെ മനസ്സൊന്ന് മാറ്റിക്കാണ് ഇങ്ങോട്ട് വരുത്തുക എന്നുള്ളത്. അപ്പോൾ തന്നെ സൗദിയുടെ ഉമ്മ അത് ഓർത്തു. കേളി കേട്ടൊരു തങ്ങളുണ്ടേനോ, മുഹ്സിൻ തങ്ങൾ. അതിൻ്റെ അടുത്തൊന്ന് പോയി കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ? ഒരുവിധം കള്ളത്തരങ്ങളും എല്ലാതും അത് പൊളിച്ചു. പിന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാം. സൗദ, ഞാൻ ഒരു വൈക്ക് വരെ പോയി വരാണ്. നല്ല കരുതിക്കോ, ഞാൻ പോയി വരാം. ഇനി ഞാൻ പോയ തക്കത്തിൽ നവാസേറ്റം ഇവിടെ വന്ന് കാണ്ടി പിടിച്ച് ഒത്തുക്ക് കയറ്റാൻ നിൽക്കേണ്ടത്, മനസ്സിലായല്ലോ? ഓൻ്റെ അടുത്തുനിന്ന് നമുക്ക് കുറച്ച് ചില്ലാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കളി കളിക്കണം. അല്ല ഒന്നും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നല്ലോണം പൈസ വേണം. ഉമ്മ, അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ? എനിക്ക് ആവശ്യത്തിനുള്ള പൈസ എനിക്ക് വരുന്നുണ്ടല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊക്കെ ഇപ്പം എന്താ, നമ്മളെ പെരപ്പണി പൂർത്തിയാണെങ്കിലേ കുറച്ചും കൂടി ലക്ഷ്യങ്ങളും വേണം. ഉമ്മ, അതിനുള്ളതൊക്കെ വരുമല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം തന്നെ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാൻ പോയിട്ട് വരാം. നേരെ അതാ ഉമ്മ പോയത് സത്താറിൻ്റെ വീടിനടുത്തേക്കായിരുന്നു. എവിടുക്കാ കുഞ്ഞിക്കതിയാത്താ നിങ്ങൾ പോണത്? എൻ്റെ പൊന്നാര മന, എന്നോട് പറയാൻ ആ പെണ്ണ് അവിടെ ഒറ്റക്കാണ്. ആ പെണ്ണിനെ ആരെങ്കിലും പിടിച്ചു കൊണ്ടായാലോ? ഒരു മനുഷ്യനും അറിയില്ല. ഏതായാലും ഓരോരുത്തരൊരു കാട്ടിക്കൂട്ടുന്ന ഒരു ഇതാണ് ഞാൻ പറയണത്. എന്തിയ കുഞ്ഞിക്കതിയാത്താ നിങ്ങളിങ്ങനെ? കുഞ്ഞിക്കതിയാനെ ഒരാളും നിലക്ക് നിർത്താൻ നിന്നിട്ടില്ല ഇതുവരെ. എൻ്റെ പുതിയാപ്പിളല്ല, എൻ്റെ ബാപ്പ വിചാരിച്ചത് നടന്നിട്ടില്ല. ഇഞ്ഞിട്ടപ്പോൾ ഓനെ നിങ്ങൾ ആരെ കാര്യമാണ് കുഞ്ഞിക്കതിയത്തി പറയണത്? അതേ, എൻ്റെ മരമുണ്ടല്ലോ നവാസ്,
ഓൻ ആണിൻ്റെ കുട്ടി ഓൻ വന്ന് നോക്കിയില്ല എൻ്റെ മോളെ. ഇജേ തൽക്കാലം തന്നെ പേടിക്ക് ചെല്ല്. എൻ്റെ മോളവിടെ ഒറ്റക്കാണ്, 8ാം മാസമാണ്. ഓളെ പുതിയാപ്പിള വരൂല. എന്നാലോ ഇജെങ്കിലും നിൻ്റെ കുട്ടി ഒന്ന് പോയിക്കാളി. ഒന്നവിടെ ഞാൻ ഒന്ന് ഒരു വൈക്ക് പോവാണ്, അവിടെ പോയി എന്നെ വരെ ഇജെന്നോൾക്ക് കാവലിക്കണം. എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതാ അവൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി. എന്നാൽ ഭാര്യ പുറത്തേക്ക് വന്നു. എന്താ കുഞ്ഞിക്കജത്ത് നിങ്ങൾ എടുക്കുക? ഞാൻ ഒരു വൈക്ക് പോണ്, എൻ്റെ പുതിയാപ്പിളിനോടെ അവിടെ എൻ്റെ മോൾക്ക് പേടിക്ക് നിൽക്കാൻ പറഞ്ഞേക്കാനേനു. ശരിക്കും അവർ ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ഈ ഏതെങ്കിലും ഉമ്മാരിങ്ങനെ പറയോ പഠിച്ചോനെ? എന്നാൽ ഭർത്താവിനോട്, അതെ നിങ്ങൾ എങ്ങോട്ട് പോണ് മാറ്റിയിറങ്ങി, ഞാൻ ഒന്ന് കുളിച്ചു വരാം. എന്തിനാ? അതെ എൻ്റെ പെങ്ങള് അവിടെ ഒറ്റക്കാണ്. പെങ്ങളോ? ഇതുവരെ ഇല്ലാത്തൊരു പെങ്ങള് നിങ്ങൾക്ക് എവിടുന്നാ വന്നത്? അതെ എൻ്റെ പെങ്ങൾ ഗർഭിണിയാണ്, അപ്പോൾ അവളെ ഒറ്റക്കിട്ട് പോരുതെന്ന് എൻ്റെ പഴയ അമ്മായിമ്മ പറഞ്ഞു. പഴയ അമ്മായിമ്മ എന്തൊക്കെ നിങ്ങളീ പറയണത്? അതെ നിങ്ങൾ അങ്ങോട്ട് പോകണത് ശരിയല്ല കേട്ടോ. ഈ ഒരു സമയത്ത് സ്വന്തം തള്ള ഏൽപ്പിച്ച ദൗത്യത്തിനാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വെറുതെ ഞാൻ പോവല്ല, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ 3 കുട്ടികളില്ല, അതൊക്കെ മറന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ തെറ്റ് ചെയ്യാൻ പോണത്? ആരടി തെറ്റ് ചെയ്യാൻ പോയത്? ഞാനവിടെ കാവലിക്കാൻ പോയതാ. എന്നോട് കുഞ്ഞിക്കഥയെ പറഞ്ഞു പോയതാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തിരിക്കും. സത്താറ് അവൻ്റെ വെറ്റിലക്കറ പുരണ്ട ആ ഒരു പല്ലുകൾ കാട്ടി ഒന്ന് എളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. റബ്ബേ, അവൾ മനമുരുക്കി പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, ഇങ്ങനത്തെ ഒരുത്തൻ്റെ കൂടെ മക്കളെ വിചാരിച്ചിട്ട് ജീവിച്ചു പോവുകയാണ്. പലവട്ടം വിചാരിക്കും പഠിച്ചോനെ ജീവിതം വേണ്ടാന്ന്. എന്താ ചെയ്യുക? മക്കളില്ലേ, എൻ്റെ 3 മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊന്നിനും തോന്നൂല. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഇയാളുടെ കൂടെ ഇവിടെ ജീവിക്കില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഉമ്മയും ബാപ്പയും ഒന്നുമില്ല. റബ്ബേ, എൻ്റെ ഒരു വിധി. അപ്പോഴേക്കും അതാ അത്രയൊക്കെ പുരട്ടിയിട്ട് അവനെന്താ പോകുന്നു. അല്ലാ, എന്താണ് റബ്ബേ എൻ്റെ സ്ഥിതി? ഓനെങ്ങനെ അലവലാതിയായി നടക്കണ ഒരു പുതിയാപ്പഴാണ് എനിക്കുള്ളത്. ഇപ്പം എന്നാൽ ആ തള്ളക്ക് തീരെ ഒരു ഉളുപ്പില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മോൾക്ക് കാവലിക്കാൻ പറഞ്ഞയച്ചതാണല്ലോ. അവൻ്റെ റബ്ബേ. സാധുവായ ചില പെണ്ണുങ്ങളുണ്ടാവും, അതെ അവർക്ക് തൻ്റെ ഇടം ഉണ്ടാവില്ല, ഉഷറും ഉണ്ടാവില്ല. അവർ വീടിൻ്റെ ഉള്ളിൽ കണ്ണീരൊലിപ്പിച്ച് കരയാന്നല്ലാതെ അവർ ഭർത്താക്കന്മാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ റബ്ബെ അവർക്കൊരിക്കലും അത് തടുക്കാൻ കഴിയൂല. ചില ഉഷാറുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഒരൊറ്റ വെട്ടം അങ്ങനെ പോവുള്ളൂ, പിന്നെ കാലം മുറിക്കലായിരിക്കും. നമുക്ക് അതിനുള്ള തൻ്റെ ഇടമൊന്നും ഇല്ലല്ലോ. നമ്മൾ പാവങ്ങളല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കുക, ചീത്ത പറയാന്നല്ലാതെ നമ്മളൊക്കെ സഹിച്ചിരിക്കാനേ നമുക്ക് വിധി, അല്ലാതെ എതിർക്കാൻ കഴിയൂല റബ്ബേ. എന്നാൽ ഈ സമയം സത്താറ് അതാ സൗദിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു. സൗദ മോളെ, നിന്നെ എനിക്കിതൊന്ന് ഉഷാറായിട്ടൊന്ന് കാണണം. നിൻ്റെ ഉമ്മ തന്നെ എനിക്ക് സപ്പോർട്ടടി, പിന്നെന്താ നിനക്കിത്ര എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതാ നേരെ സത്താറ് സൗദിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വാതിൽ അടച്ചുകൊണ്ടിരിക്കുന്ന സൗദ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, അന്ന് പുത്തൻ വീട് തറവാട്ടുകാർ എന്നെ ഒറ്റക്ക് തനിച്ചാക്കി എന്ന് പോയതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഇപ്പോഴിത് ഉമ്മക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നടക്കുന്നു. എന്താ റബ്ബേ ഉമ്മാൻ്റെ അവസ്ഥ? ഉമ്മാൻ്റെ ഇഷ്ടം പോലെ എന്നെ ഒറ്റക്കാക്കിയിട്ട് തന്നെ പോകുന്നത്. അല്ലാ, എൻ്റെ ഒരു അവസ്ഥ. ഉമ്മാൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയ ഇന്നെയാണ് തല്ലേണ്ടത്, വേറെ ആരുമല്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. അവൾ ഒരു നിമിഷം ഞെട്ടി. ആരപ്പോ? അല്ല, ആരാ? മോളെ സൗദ, മോളെ സൗദ. അല്ല, ആരാണ്? പഠിച്ചോനെ. അവൾ പതുക്കെ എഴുന്നേറ്റ്. കാലിൽ ചെറുതായിട്ട് നീരുണ്ട്, നടക്കാനും കഴിയണില്ല. തുറക്ക് മോളെ. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു. മോള് ഭയക്കണ്ട, ഞാൻ നിൻ്റെ ഇക്കയല്ലേ, സത്താർക്ക. എന്താ അത്? നിങ്ങൾ അടുക്കരുത്, ഇങ്ങോട്ട് കയറരുത്. എന്താ മോളെ, നിന്നെ എനിക്കെപ്പോഴും ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയുന്നതല്ലേ? അതെ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നിനും വന്നതല്ല, നിൻ്റെ സൗന്ദര്യം ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം. സത്താറെ, എഴുന്നേറ്റ് പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. അതിൻ്റെ ഉമ്മയില്ലാത്ത സമയത്താണ് നീ ഇങ്ങോട്ട് കയറി വന്നത്. മോളെ,
നിൻ്റെ ഉമ്മ തന്നെയാണ് എന്നെ കാവലിന് വേണ്ടി പറഞ്ഞയച്ചത്. നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉമ്മയാണ് എന്നെ സെറ്റാക്കിയത്. എന്താ അത്? സത്താർക്ക് പ്ലീസ്, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി. ഇതാരെങ്കിലും കണ്ടാൽ മറ്റു പലതും ചിന്തിക്കും, മറ്റു പലതും പറഞ്ഞുണ്ടാക്കാനും മടിക്കൂല ആളുകൾ. ദയവായി നിങ്ങൾ ഇവിടുന്ന് പോയി. ഉമ്മയില്ലാത്ത സമയം നോക്കി നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയല്ല. ദയവായി നിങ്ങൾ പോയി. നിൻ്റെ ഉമ്മ തന്നെ അടി പറഞ്ഞയച്ചത്, വേറെ ആരുമല്ല. മോളെ 8 മാസം ഗർഭിണിയാണ് നീ. പക്ഷെ നിൻ്റെ സൗന്ദര്യത്തിനൊരു കോട്ടവും ഇല്ല കേട്ടോ. ആ മുഖം ഒന്നുകൂടെ മനോഹരമായിക്കുന്നു. സത്താർക്ക് പ്ലീസ്. എൻ്റെ പൊന്നു മോളെ, അങ്ങനെ അങ്ങ് ഞാൻ ഇറങ്ങി പോകാൻ വന്നതൊന്നല്ല. നിന്നെ ഉപദ്രവിക്കൂല, പോരെ. ഇപ്പോഴും കുഞ്ഞുണ്ടോ കൊച്ചുണ്ടോയെന്നും ഞാൻ നോക്കുന്നില്ല. ഈ നിമിഷവും നീ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. അതെ, പൊന്നു പോലെ നോക്കും. എന്താ? കുഞ്ഞങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ വളർന്നോളൂ, നീ വിഷമിക്കേണ്ട. സത്താർക്ക് പ്ലീസ്, നിങ്ങൾ ദയവായി ഇവിടുന്ന് പോകണം. അല്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ. പെട്ടെന്ന് അവൻ്റെ ട്രൗസറിൻ്റെ കീശയിൽ നിന്ന് വലിയൊരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു അതിന് തീ കൊളുത്തി ശക്തമായി മൂക്കിലൂടെയും വായിലൂടെയും പുക വലിച്ചു കയറ്റി പുറത്തിട്ടു. മോളെ, സത്താർ കൊതിച്ചേ നേടിയിട്ടുള്ളൂ. പക്ഷേ അവസാനം നിങ്ങൾ എൻ്റെ കാൽക്കൽ വന്നു. ദയവായി നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതെ, നിൻ്റെ തള്ളയുണ്ടല്ലോ, ആ കുഞ്ഞിക്കതിയാ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോവാൻ. നിനക്ക് പേടിക്ക്. നിൻ്റെ ഉമ്മ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നീ എന്തിനത്ര മടിക്കുന്നത്? അത് ദയവായി ആരെങ്കിലും കണ്ട പ്രശ്നമായി തീരും. എൻ്റെ ഭർത്താവ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ. നിൻ്റെ ഭർത്താവ് എത്ര ദിവസമായിട്ട് നിൻ്റെ അടുത്തേക്ക് അവൻ വന്നിട്ട്? എത്ര ദിവസമായി? തള്ളൻ്റെ മോളെ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിക്കണം. വാശിയും വൈരാഗ്യം ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചെങ്കിൽ തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുള്ളൂ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഒന്നിനും ഞാൻ വന്നോന്നല്ല. പക്ഷെ നിൻ്റെ തള്ള എന്നോട് എന്താ പറഞ്ഞെന്നോ? മകളടുത്തേക്ക് പോയിക്കോ, ഒന്ന് പേടിക്ക് നിന്നെടുക്കാൻ. എന്താ ഇത് കഥ? ആർക്ക് വേണ്ടിയിട്ടാണ്? സത്താർ വെറുതെ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു നിന്നെ കെട്ടാൻ സമ്മതിക്കും. നീ സമ്മതിച്ചില്ല, ആരും സമ്മതിച്ചില്ല. ഇപ്പതാ എൻ്റെ പിന്നാലെ. അതെ, കുറച്ചൊക്കെ മാനമര്യാദയിൽ ജീവിക്കണം. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാനൊരാണാണ്, പക്ഷെ നീ പെണ്ണാണ്. നീ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്താ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ശരിക്കും സത്താറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് സൗദ ശരിക്കും ചൂളിപ്പോയി. ഉമ്മാൻ്റെ പണിയാണൊക്കെ. പഠിച്ചോനെ, ഈ ഉമ്മ എന്ത് ഇങ്ങനത്തെ ഉമ്മായിപ്പോയത്? എന്നാൽ അതാ സത്താർ ആ വീട്ടിൽ നിന്ന്, അതെ ഞാനിവിടെ നിൽക്കുന്നൊന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോവാ. ഇനിയിപ്പോൾ നിനക്ക് കാവൽ നിൽക്കണമെന്നുണ്ടെങ്കിലും ഞാൻ അകത്തേക്ക് കയറണമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. അവൻ അത് പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ റജിനത്ത അത് ശരിക്കും കാണുന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അതെ ആ കുഞ്ഞിക്കഥയത്ത അതിൽ പോണ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ സത്താർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ റബ്ബേ, ഞാൻ എന്തൊക്കെയാണ് കാണുന്നത്? റഹ്മാനെ, പഠിച്ചോനെ, വല്ലാത്തൊരു, ഞാൻ എൻ്റെ നവാസിനെ ചതിച്ചു റബ്ബേ. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെയൊന്നും ഓലാണെന്നുള്ളത്. നല്ല കുട്ടിയായിരുന്നല്ലോ അവള്. എന്താ ഇവളി ഗർഭിണിയായ സമയത്ത് ഇങ്ങനെയൊക്കെ? പഠിച്ചോനെ, ആ സത്താർ അവിടെ നിന്ന് ഇറങ്ങി വരികയാണല്ലോ റബ്ബേ. ശരിക്കും റജിനത്താക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അവൾ തല കറങ്ങി അവിടെ ഇരുന്നു. ഓ അല്ലാ, പഠിച്ചോനെ, എൻ്റെ താത്ത, എൻ്റെ നവാസ്, ഓലാരും ഇത് അറിയണ്ട റബ്ബേ. അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പഠിച്ച റബ്ബേ. ഉമ്മ, ഉമ്മ. റജിനെ കാണാനിട്ട് മോള്. ഉമ്മ എവിടെ? ഉമ്മ. അത് ഉമ്മ മതിലിൻ്റെ അപ്പുറത്തേക്ക് വേസ്റ്റ് കൊണ്ടുപോയി ഇടുവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഉമ്മ എവിടെ? ഉമ്മത് എവിടെ പോയി കിടക്കുക? ഓ, ഇവിടെ വന്നിരിക്കുക. എന്താ ഉമ്മ നിങ്ങൾ ഈ വെയിലത്ത്? മോളെ ഒന്നുമില്ല. പക്ഷേ മക്കളോട് പറയുന്നത് മോശമാണത്. കാരണം അത് എൻ്റെ നവാസിൻ്റെ വൈഫാണിത്. നവാസ് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെ തന്നെയല്ലേ. അല്ലാ മോളെ, ഉമ്മ അങ്ങോട്ട് പോകുന്നത് തല കറങ്ങിയോ? ഇതമ്മ ഈ വെള്ളം കുടിക്കേ. എന്നാൽ റജിനത്താക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. റബ്ബേ, എന്തൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് റബ്ബേ.
ഒന്നും ഉണ്ടാവരുതേ പഠിച്ചോനെ, വേറെ ആരെയും കണ്ടെക്കണമെങ്കിൽ എത്ര മോശമായിരുന്നു അത്. എന്നാൽ റജിനത്തയുടെ വീട്ടിലേക്ക് അതാ അപ്പുറത്തുള്ള ഒരു താത്ത വരുന്നു. എടി റജിന. ആ താത്ത, എന്ത് തല കറങ്ങി ഇവിടെ? എന്തിയേ എനിക്ക്? ഒന്നുമില്ല താത്ത, തല കറങ്ങണ്. പൊന്നാര മളെ, തലൊക്കെ കറങ്ങും. അജ്ജാതി പരിപാടിയല്ല ഇവിടെ നടക്കണത്. അല്ല പഠിച്ചോനെ, ഒരു നിമിഷം സംശയം തോന്നി റജിനത്താക്ക്. എന്ത് താത്ത? പൊന്നാര പെണ്ണഞ്ഞ്, വല്ലാത്തൊരു പുതുമ. ഞാൻ കണ്ടൊരു കാഴ്ച. അല്ല, എൻ്റെ ഏട്ടത്തിൻ്റെ മോനല്ലേ സൗദനെ കെട്ടിക്കണത്? ആ മക്കളാണെങ്കിൽ ഇവിടെ ഇല്ല. ഓളാണെങ്കിൽ എവിടേക്കോ തെണ്ടിപ്പോയിക്കണ്, ഓളെ സ്ഥിരം പരിപാടി. ആ പെണ്ണ് അവിടെ ഒറ്റക്കല്ലേ? ആ സത്താർ അവിടെ നിന്ന് ഇറങ്ങി വരണ്ടേ കണ്ടച്ച്? വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ആ നല്ലൊരു കുട്ടീനെ കിട്ടിയിട്ട് എന്തിനാണ് ഇവിടെ ഈ മാണ്ടാത്ത പണിക്ക് നിൽക്കണത്? അല്ല അതാ താത്ത, അതങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഓല് പൊന്നാര റജിന, എൻ്റെ കണ്ണ്, ഞാൻ നുണ പറയല്ല, നുണ പറയേണ്ട ഒരു ആവശ്യമില്ല. മേലെ ഒരാൾ ഇരിക്കണ്ടല്ലോ, മൂപ്പര് കാണുന്നുണ്ടാവും അതൊക്കെ. താത്ത നിങ്ങൾ എന്തൊക്കെ, നമ്മളിപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ല, ഞാൻ കണ്ട കാഴ്ച തന്നെയാണിത്. പടച്ച റബ്ബേ, ആ താത്തയാണെങ്കിൽ എല്ലായിടത്തും ഏഷണിയും പ്രദൂഷണവും പറഞ്ഞ് നടക്കണ താത്തയാണ്. ഇനിയിപ്പോൾ അത് മതി പേരിന്. റബ്ബേ, ശരിക്കും പറഞ്ഞാൽ റജിനത്താക്ക് വല്ലാത്ത ടെൻഷനായി തുടങ്ങി. ഉമ്മ എന്താ നിങ്ങളിങ്ങനെ ടെൻഷനായിക്കണ്? ഒന്നുമില്ല. എന്നാൽ റജിനത്തെ കണ്ട കാഴ്ചയും അത് തന്നെയായിരുന്നു. സത്താർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. റബ്ബേ, അല്ലെങ്കിലേ ഓൻ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞേക്കണത്. എല്ലാ തമ്മാടിത്തരങ്ങളും ഓൻ്റെ അടുത്തുണ്ട് എന്ന്. ഇപ്പോൾ എത്തി എന്നാലും ആ തള്ളക്ക് എന്ത് കരുതിയിട്ടാ റബ്ബേ? അതേ, ഓളുണ്ടല്ലോ ആ പെണ്ണിൻ്റെ അമ്മ കുറച്ച് മുമ്പാണ് പോയിക്കണേ. അല്ലെങ്കിൽ പള്ളിയുള്ള പെണ്ണിനെ അങ്ങനെ ഇട്ട് പോവാൻ ഈ 8-ാം മാസം കഴിക്കണ് പറഞ്ഞു കേട്ടു. എന്നിട്ട് ആ ഒരു ആമ്പർന്നോൻ അങ്ങോട്ട് കയറി ചെന്നക്കണേ. എന്താ സ്ഥിതി ആർക്കറിയാം. എന്നാൽ ആ താത്ത ഒന്നുകൊണ്ടും അടങ്ങിയിരിക്കുന്ന താത്തയായിരുന്നില്ല. റജിനത്താക്ക് ഭയം തോന്നി. പിന്നെ താത്ത, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഉണ്ട് കഥ ആരോടും പറഞ്ഞ് നടക്കണ്ട. മനുഷ്യന്മാരെ കാര്യമല്ലേ. നമ്മൾ ഒരാൾ ഒഴിവ് മറച്ചു വെച്ചാൽ പടച്ച റബ്ബ് നമ്മൾ 1000 ഒഴിവ് മറച്ചു വെക്കും തന്നെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളി, ഇനി ഒന്നും പറഞ്ഞൊന്നും നടക്കണ്ട. ഞാൻ ആരോട് പറഞ്ഞിരിക്കുക? അല്ലെങ്കിൽ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ആരോടും പറയാനും പോണില്ല, ഒന്നിനും പോണില്ല. എന്നാൽ ആ താത്ത ഏഷണി പരദൂഷണം പറയുന്ന താത്തയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് വീട്ടിലേക്കായിരുന്നു അവരപ്പോൾ പോയത്. ഇങ്ങോട്ടൊക്കെടി, ഇജ്ജറിഞ്ഞാ? എന്തേ? ആ സൗദ ഉണ്ടല്ലോ, നമ്മളെ കുഞ്ഞിക്കതിയാൻ്റെ മോള്, ആ സത്താർ അവിടെ തന്നെ ഇറങ്ങിപ്പോയിന്ന് ഞാൻ കണ്ടതല്ലേ. എന്നാലും ഇല്ലേ, ഒന്നുമില്ലേ, പള്ളിയിലുള്ള പെണ്ണാണ്, അങ്ങനൊക്കെ കാട്ടാൻ പാടുണ്ട. എന്താ താത്ത നിങ്ങളീ പറയണത്? അതൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ചെന്നതേക്കാരം, അല്ലാതെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിനെ പോലെ അല്ലടി. പേരൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം, ഞാൻ ഇത് 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഓൾക്ക് നല്ലൊരു പുതിയാപ്പിളച്ചക്കനെ കിട്ടിയിക്കണല്ലോ. നല്ല പുതിയാപ്പിള. ഇപ്പോൾ ഗർഭിണിയായിട്ട് പ്രസവത്തിന് കൊണ്ടുവരണതൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കാട്ടുമോ? പിന്നെ അവളെ എന്താ എൻ്റെ കഥ? അതന്നെയാണ്, വേറൊന്നുമല്ല. എന്നാൽ ആ വാർത്ത അതാ പുത്തൻ വീട് തറവാട്ടിലും ശരവേഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഐഷുമ്മ ശരിക്കും ഞെട്ടി. റബ്ബേ, ഞാൻ എന്തൊക്കെയാ കേൾക്കണത്? എന്നാൽ വൈകാതെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട്, മുഖം വല്ലാതെ ചുവന്ന് തുടുത്തുകൊണ്ട് നവാസത വരുന്നു. ഉമ്മ. എന്താ മോനെ? പഠിച്ചോനെ, എന്തിനു നന്ന് റബ്ബേ. ഉമ്മ, മതി മതി ഉമ്മ. അതെ, എല്ലാവരും ചതിക്കുകയാണ്. മതിയായി, എനിക്ക് ജീവിതം മതിയായി. എന്താ എൻ്റെ പൊന്നു മോനെ ഈ പറയണത്? എന്താ എനിക്ക് കേൾക്കാൻ ബാക്കി? ഉമ്മ അറിഞ്ഞോ എന്തെങ്കിലും? മോനെ, അറിഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്നോട് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും കൂടി എന്നെ എന്തിനാ ചതിക്കണ്? ഉമ്മ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ എങ്ങനെ നിങ്ങൾ കൊല്ലാക്കൊല്ല ചെയ്യണേ? ഞാനെന്താ ഒരു ഒഴിഞ്ഞ ആളോ? എൻ്റെ ഭാര്യമാർ മാത്രം എന്താ ഇങ്ങനെ ഇത്രയധികം മോശമായ രീതിയിൽ? ശരിക്കും നവാസ് അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. അവനത് സാധിച്ചില്ല. ഉമ്മ, ഇനി നവാസിനെ കാക്കണ്ടിട്ടോ ഒന്നിനും. ആ നിമിഷം തന്നെ അതാ സൗദിയുടെ അക്കൗണ്ട് നമ്പർ അവിടെ നിന്ന് മാറ്റുന്നു. എൻ്റെ പണം കൊണ്ട് അവരെങ്ങനെ സുഖമായി ജീവിക്കുക ഓലിഷ്ടത്തിന് അല്ലേ?
അതിന് നവാസ് സമ്മതിക്കൂല. അത്യാവശ്യം കോടികളാണ്ട് കയറിയിട്ടുണ്ടാവുമല്ലോ, വലിയ വീടും പൊന്തി, ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നും എത്ര ഡോളറാണ് അവൾക്ക് കയറുന്നത്. അത് അഹങ്കാരം, തള്ളുക്ക് മുൾക്കും അഹങ്കാരം. ഏയ്, ഇനി നടക്കൂല. അപ്പോൾ തന്നെ നവാസ് ആ അക്കൗണ്ട് നമ്പർ അവിടെ ക്ലോസ് ചെയ്തു. പകരം ഉമ്മയുടെ അക്കൗണ്ട് നമ്പർ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അഹങ്കാരികൾക്കുള്ള ശിക്ഷ അതേ ഉള്ളൂ. പക്ഷെ നവാസിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും സൗദ, നീയും എന്നെ ചതിച്ചല്ലോ അല്ലേ? നീയും എന്നെ ചതിച്ചു. ഇത്രമാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളൊക്കെ കൂടുതൽ സ്നേഹിച്ചാണ് എനിക്ക് വന്ന് തെറ്റ്. അതെ, ഇനിയൊരിക്കലും നവാസിനെ കാക്കണ്ട, അതെന്തൊക്കെ തന്നെയായാലും. എന്നാൽ ഈ സമയം അതാ ഉമ്മ നേരെ മുഹ്സിൻ തങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ടോക്കൺ നമ്പർ 47. അതെ തങ്ങളെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പണ്ടൊരിക്കൽ വന്നിക്കണ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ അറിയില്ല. എന്തേ ഉമ്മ, എന്തേ വേണ്ടത്? എന്ത് പ്രശ്നം? അത് എൻ്റെ മോളെ കെട്ടിച്ചോടത്തുള്ളവർ മുഴുവനും എന്താണ്, കുറച്ച് അഹങ്കാരികളാണ്. മോളിട്ടുകാണ്ട്, ഓൾ ഗർഭിണിയാണ്, ഓളിട്ടുകാണ്ട് പോവുക, ഒറ്റക്കാക്കി പോവുക, അങ്ങനെ എങ്ങനെയൊക്കെ ആക്കിയിട്ട് ആ കുട്ടീനെ കണ്ട് ഇടങ്ങാറാക്കുക. അതിൽ ഞാൻ ഓളെ കൊടുന്നിങ്ങോട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഓൾക്ക് എൻ്റെ പുതിയാപ്പിളിനെ തന്നെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു അങ്ങനെ. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഓൻ വന്നതിൽ ചിലവിനും തന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പോണേക്ക് പോട്ടെ, നമുക്ക് എത്രയും പുതിയാപ്പിളാരെ കിട്ടും. അതുകൊണ്ട് ഓനെ ഒഴിവാക്കുക എന്നുള്ള തീമക്ക് ഞാൻ എത്തുന്നില്ല. ഓനില്ല, ഞങ്ങൾക്ക് പറ്റൂല. ഓനെങ്കിൽ പേരെയും വലിയതൊക്കെ എടുത്തൊക്കെ തരുന്നുണ്ട്. അതിന് പൊന്നാര തങ്ങൾ ഞങ്ങളോട് പറയാൻ, ഓനെ മാത്രം ഒന്നും ഇങ്ങോട്ട് കിട്ടണം. ഓൻ്റെ മനസ്സൊന്ന് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾ ഓളെ മാത്രം സ്നേഹിക്കണം. പെരക്കാരായിട്ട് യാതൊരു ബന്ധവും. ഓനിപ്പോൾ ആദ്യത്തെ പെണ്ണുങ്ങൾ ആരെ കൂടെയൊക്കെ ചാടിപ്പോയി 2 കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ മോള് നോക്കീനോ. ഏതായാലും പോളെ തിരിച്ചെടുക്കുക എന്തൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും മണ്ടിയില്ല. ഇനി ഉമ്മാനായാലും മണ്ടിയില്ല. ആദ്യത്തെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒന്നും ഇല്ലാതെ എൻ്റെ മോളെ മാത്രം സ്നേഹിക്കണം. ഞങ്ങൾക്ക് ഓനോട് കിട്ടണം. എന്നാൽ ഞങ്ങൾ കഴിച്ചില്ലായി. നിങ്ങൾ അതിനുള്ള വല്ലതെന്തേ ഉണ്ടേ തരി. അതേ ഇപ്പം നടക്കുള്ളൂ. മറ്റേത് മോൾക്കാണെങ്കിൽ ഓനെ പിരിയാനും വെച്ച. ഞാൻ പറഞ്ഞു ഓനാണെങ്കിൽ വരുന്നുമില്ല. അപ്പോൾ ഓനെ മനസ്സൊന്നും നിങ്ങൾ മാറ്റിക്കാണ്ട് ഞങ്ങളെ എടുത്തുക്കൊന്ന് കൂടാനുള്ള ഒരു ഇതൊന്നും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരി. അതിനുള്ള എന്താ വെച്ചാൽ ഞാൻ ചെയ്തോളാം. അത് കേട്ടുകൊണ്ട് തങ്ങൾ ചോദിച്ചു, അല്ല താത്ത, നിങ്ങളെന്താ പറഞ്ഞു, ഉമ്മാനെയും പെങ്ങന്മാരും വീട്ടുകാരൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ മോളെ തന്നെ നോക്കണമെന്നല്ലേ? മോളെ നോക്കണുണ്ടല്ലോ. മോൾക്ക് ചിലവിനല്ലേ? ചിലവിനൊക്കെ തരലുണ്ട്. ഓളെ അക്കൗണ്ടൊക്കെ ഇങ്ങനെ വരും. എന്നാലോ ഒരു വന്ന് നോക്കിയിട്ടില്ല. അതെന്തേ? അപ്പോൾ നിങ്ങളെന്തേ ഓളെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ച് വാങ്ങിക്കൊണ്ടുവരിക? ചോദിച്ചിട്ടൊന്നുമില്ലേന്നോ? ചോദിച്ചൊക്കെ ചെയ്തിരുന്നു. അത് ശരി. അത് അപ്പോൾ നിങ്ങൾ എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താളി. അതിനെ കുഞ്ഞൊക്കെ 2ാം ജന്മം ജനിക്കണം. അതെന്തേ? അല്ലേ, ഞാൻ അങ്ങോട്ട് കൊടുന്ന എൻ്റെ മോളെ അങ്ങോട്ട് തന്നെ ആക്കി കൊടുക്കാൻ എനിക്ക് പിരാന്തൊന്നുമില്ല. ആവശ്യമുള്ളവർ വന്നാൽ കൊണ്ടേക്കോട്ടെ. ഇതിപ്പോൾ കൊണ്ടുപോകണില്ലല്ലേ? ഇല്ലേ? അതാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് ക്ഷമിക്കണ്ടേ? ഭർത്താക്കന്മാരടുത്ത് നിൽക്കുമ്പോൾ എന്തേ ബുദ്ധിമുട്ടുണ്ടേനോ? ഒറ്റക്കാക്കി പോവുക, ഉപദ്രവിക്കുക, അതൊക്കെ ആക്കിയിട്ട് കൂട്ടി കൊടുന്നതാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഫാത്തിഹ ഓതി, പോകാൻ വേണ്ടി യാസീൻ ഓതി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കൊണ്ടുപോകാൻ വരുന്നില്ലല്ലേ? ഇല്ല എൻ്റെ പൊന്നാര തങ്ങളെ, അതിന് ഓൻ്റെ മനസ്സൊന്ന് മാറ്റണം. അതിനാണ് ഇപ്പോൾ ഞാൻ വന്നത്, വേറെ ഒന്നിനുമല്ല. ഓൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഞങ്ങൾക്ക് അവനങ്ങോട്ട് കിട്ടണം. അവിടെ ഒരു ഓലമ്മ ഉണ്ട്. എന്താണ് പോക്കിരിച്ചെന്നോ? ഓലമ്മയും പെരേക്ക് വന്ന് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു വിട്ട്. പിന്നെ ഒരു ഇളച്ചുണ്ട്, ഓൻ്റെ പേര് ഷമ്മാസ് എന്നാണ്. ഓനും തന്നെ വന്നൊക്കെ ചെയ്തിന് ഞാൻ നല്ലോണം ആട്ടി വിട്ടു. ഷമ്മാസ്. നിങ്ങളെന്താ പറഞ്ഞത്? എന്താ പേര് പറഞ്ഞത്? ഷമ്മാസേ, പുത്തൻവീട് തറവാട് എന്നൊക്കെയാണ് ഓലെ പെരനെ കുറിച്ച് പറയല്ലേ. വലിയ അഹങ്കാരികളാ. അത് കേട്ടപ്പോൾ ശരിക്കും തങ്ങളൊന്ന് ഞെട്ടി. പുത്തൻവീട് തറവാടോ? അതെ, ഐഷമ്മ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടി ആ ഗോൾഡെല്ലാം എൻ്റെ അടുക്കലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അപ്പം നവാസിൻ്റെ 2ാം ഭാര്യയുടെ ഉമ്മയാണ് വന്നിരിക്കുന്നത്. അല്ല, നിങ്ങളെ മരുമകൻ്റെ ഒരു നവാസാണോ? തങ്ങളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ഓൻ്റെ സ്വഭാവം ഒന്ന് നോക്കിക്കാളി. നിങ്ങൾ വലിയ കണക്ക് നോക്കുവാണല്ലോ. കണക്ക് നോക്കി ഓൻ്റെ സ്വഭാവം ഏതൊക്കെ വന്നിക്കണമെന്ന് നോക്കി.
ഓൻ്റെ സ്വഭാവം നല്ലോന്ന് മാറ്റിയിട്ട് എന്ത് വേണം, ഞങ്ങളെടുത്തേക്ക് ഓൻ വരണം. ഓൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആക്കണം. ആ തള്ളക്കും ആ മക്കൾക്കും ഒന്നും വിട്ട് കൊടുക്കരുത്. അതിനും വേണ്ടിയിട്ട് എൻ്റെ മോളെ നല്ലോ നോക്കും വേണം. അതിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തി കേട്ടോ. പെറ്റുപോറ്റി ഉമ്മാനെയും ഒക്കെ വിട്ടിട്ട് പോരെന്നാണ് നിങ്ങൾ പറയണത്. നിങ്ങൾക്കിപ്പോൾ ഒരു മോനുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ ആയിരിക്കും? എനിക്ക് മോനൊന്നുമില്ല, എൻ്റെ ഭർത്താവ് തന്നെ അവിടെയും ഇവിടെ നടക്കുകയാണ്. ഉമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു ഉമ്മ ആ മോനെ പ്രസവിച്ച് പോറ്റി വളർത്തി ഉണ്ടാക്കി വലിയതാവുമ്പോൾ വെറും പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് എന്ന് കരുതിയിട്ട് നമ്മൾ വാശിയെടുക്കാൻ പാടില്ലല്ലോ. അത് തെറ്റല്ലേ? പൊന്നാര തങ്ങളെ, ഞാൻ അതിനും ഇതിനൊന്നല്ല വന്നത്. നവാസ് ഞങ്ങളെ പാട്ടിലാണ് എൻ്റെ മരോന്. അതിന് നിങ്ങൾ എന്തേലും തരി. ഉമ്മ, നിങ്ങൾ തൽക്കാലം പോയി, ഞാൻ നോക്കട്ടെ. നോക്കിയതിനനുസരിച്ച് ഏതായാലും ഞാൻ കുറച്ച് ചെല്ലാനും ഓതാനും പറഞ്ഞു തരാം. നിങ്ങളെ കുടുംബം നല്ല രീതിയിലായി പോകാൻ കേട്ടോ. തെറ്റിപ്പിരിയാനും അല്ല, നല്ല രീതിയിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കാൻ, അതായത് നിങ്ങളെ മരുമകനും നിങ്ങളൊക്കെ ഒന്നായിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പുത്തൻ വീട് തറവാട്ടിൽ കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 313 യാസീൻ ഓതിക്കോളി. അത് നിങ്ങൾ കുറച്ച് ദിവസം ഒരു 11 വെച്ചങ്ങനെ ഓതിക്കോളി. പൊന്നാരൻ്റെ ഉസ്താദെ, എന്നെക്കൊണ്ട് ചെല്ലാനും ഓതാനും പറയാനും നേരമില്ല, എന്നെക്കൊണ്ട് കഴിയും ഇല്ല. നിങ്ങൾ വേറെ വലിയ തകിടോ എന്തെങ്കിലും തേടി തകിടോ മന്ത്രം എന്തെങ്കിലും, അതൊന്നും വേണ്ട. കുടുംബം ഒന്ന് നന്നായി തന്നെ നല്ലത്. നീയത്ത് വെച്ച് കണ്ട് അങ്ങോട്ട് ഓതിക്കോളി. ശരിക്കും അവർക്ക് നിരാശയാണ് വന്നത്. ഇതിനാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നത്. 313 യാസീന്, ഒരു യാസീന് ഓതാൻ ഇവിടെ മടിയാണ്. ഞാനാ 313. ശരിക്കും നല്ലൊരു പണി തന്നെയാണ് അവർക്ക് തങ്ങൾ കൊടുത്തത്. ഇങ്ങനത്തെ തങ്ങന്മാർ എന്തിനു നന്ന്. ചില തങ്ങന്മാരുണ്ടാവും നമ്മളൊന്നാണ്ട് പറഞ്ഞ അതിനുള്ള ഉത്തരം ഉണ്ട്, അപ്പം കണ്ട് തരും. അങ്ങനെ വീണ്ടും അതാ തങ്ങളുടെ അടുത്തേക്ക് വന്നു. തങ്ങളെ, ഇനി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്തേക്ക് ഞാൻ വരൂല. തങ്ങളെക്കാളും വലിയ എത്രയും നല്ല തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരടുത്ത് പോയാലേ ഇതിനേക്കാളും നല്ലത് നമുക്ക് കിട്ടും. ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. തങ്ങളായാലും മൂല്യരായാലും എന്ത് ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഇതാ ഈമാൻ നഷ്ടപ്പെടും കേട്ടോ. പലരും അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകും. ഞാൻ അങ്ങനെ ഒന്നല്ല ഒരാളെയും ഭിന്നിപ്പിക്കാനും തെറ്റിപ്പിക്കാനുമില്ല, എല്ലാവരും ഒന്നാക്കാനുള്ളത്. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയത് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അത് കാണിക്കുകയല്ലാതെ ഞാൻ ഒരിക്കലും തെറ്റായ രീതിയിൽ ചികിത്സ ഇവിടെ ചെയ്യാറില്ല. തങ്ങളെ, ഞാനെന്നാ അവിടുത്തെ തങ്ങളെ ഒന്ന് പോയപ്പോഴേ ചേന കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു. ചൊറിഞ്ഞിട്ടുണ്ട് കൊടുന്നീലോല്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പല പല ആളുകളുണ്ടാവും. പക്ഷേ അതൊക്കെ സിഹിർ വിഭാഗത്തിൽ പെടും. അതൊക്കെ സിഹിർ ചെയ്യുന്ന പോലെയാണ്. അള്ളാഹുവിൽ നമ്മൾ പങ്കു ചേർക്കാണ്. അതിനു വേണ്ടി എത്രയോ ഷെയ്ത്താന്മാരും ആളുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യൽ തെറ്റാണ്. ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരല്ലോ, നാളെ പരലോകത്തു നിന്നൊരു ചോദ്യം വരുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച് എന്ത് ഉത്തരം പറയും? തങ്ങളെ, നിങ്ങൾ പ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്, നിങ്ങളെ കൊണ്ട് കയ്യോ ഇല്ലേ പറയും. ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ 313 യാസീൻ ഓതിക്കോളി. ദിവസം 11 വെച്ചാണ്ട് ഓതിക്കൂടി, ഒക്കെ റെഡിയാവും. കുടുംബമൊക്കെ നല്ല രീതിയിൽ ശരിയായി വരും. മോളെ പ്രസവമൊക്കെ നല്ല റാഹത്തിൽ ഒക്കെ നടക്കട്ടെ. പൊന്നാര തങ്ങളെ, ഞാൻ നിങ്ങളെ ചികിത്സ അല്ല വിചാരിച്ചത്. ചത്ത കോവിനെ പറപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ തങ്ങന്മാർ. അല്ലാതെ നിങ്ങളെ രീതിയിൽ ഓതലും പറച്ചിലും മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനാ ഉമ്മ വെറുതെ ഈമാൻ കളയണത്? പല രീതിയിലും ഉണ്ടാവും. പക്ഷേ പടച്ച റബ്ബിന് ഒരിക്കൽ പോലും ഇഷ്ടമില്ലാത്തതാണ് അതൊക്കെ. പിന്നെ ഈ ഒരു ലോകത്ത് മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇതല്ലല്ലേ നമ്മളെ ലോകം. നമ്മുടെ ജീവിതം, യഥാർത്ഥ ജീവിതം വരുന്നല്ലേ ഉള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് കാലത്തെ ജീവിതം നമുക്കുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളങ്ങ് പോകും. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പടച്ച റബ്ബിനോട് നല്ല രീതിയിൽ അടുക്കണം. ഇതുപോലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയാലേ ദുനിയാവിൽ തന്നെ നമ്മളത് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. താത്ത, നന്നാവാൻ നോക്കി എങ്ങനെയെങ്കിലും, അല്ലാതെ ഒരാൾ ഇടങ്ങാറാക്കണം, കുറ്റപ്പെടുത്തണം, അങ്ങനത്തെ രീതിയിലല്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബം നല്ല രീതിയിലായി. നിങ്ങളെ മോളെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. നല്ല കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. വേണ്ടാത്തിന് വെറുതെ നിൽക്കണ്ട. പൊന്നാര തങ്ങളെ, എനിക്ക് വേറെ തങ്ങന്മാരുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെയാണ് അവിടുന്ന് സൗദിയുടെ ഉമ്മ തിരിച്ചു പോകുന്നത്. പിന്നെ തങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരിക, അതിനും വലുത് ഇവിടെ കഥയെ കാട്ടി കൂട്ടിക്കണ്. എന്നിട്ടപ്പോൾ ഇങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ
ആകപ്പാടെ ടെൻഷനായിരുന്നു ഉമ്മാക്കും നവാസിനും. കാര്യം ഷമ്മാസ് അറിഞ്ഞിട്ടില്ല. ഷമ്മാസിനോട് ഒരിക്കലും പറയാനാവില്ല എന്നും ഉമ്മ വിചാരിച്ചു. അതെ, അവരുടെ കുടുംബത്തിനും തറവാടിനും ചീത്തപ്പേര് വരുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് കേട്ടത്. ആയിഷുമ്മാക്ക് ആകപ്പാടെ തല കറങ്ങുന്നത് പോലെ തോന്നി. പടച്ച റബ്ബേ, അല്ല ഞാൻ എന്താ റബ്ബേ ചെയ്യാ, പടച്ച തമ്പുരാനെ. ഷമ്മാസ് വന്നപ്പോൾ അതാ ആയിഷുമ്മ അവശയായി ആ ചെയറിൽ ഇരിക്കുന്ന കാര്യമാണ് കണ്ടത്. ഉമ്മ ഉമ്മ മോനെ, എന്തോ ഉമ്മ, എന്തേ പ്രഷർ കുറഞ്ഞോ? റബ്ബേ, ഉമ്മ പ്രഷർ കൂടിയോ കുറഞ്ഞോ എന്താ അറിയില്ല. ഉമ്മ വരി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. വേണ്ട മോനെ. ഉമ്മ വേർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു. അല്ല ഉമ്മ എന്തു പറ്റി? നുസി കുഞ്ഞിന് പാൽ കൊടുക്കായിരുന്നു. ആ എന്തേക്കാ? അല്ല ഉമ്മക്ക് എന്ത് പറ്റി? അല്ല ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഉമ്മ എന്ത് പറ്റിയത്? അല്ലോ ക്ഷമിത്തയും എത്തിയിട്ടില്ല, അവർ പോവുകയും ചെയ്തു. എന്തിപ്പോൾ സംഭവിച്ചത്? ഉമ്മ മോനെ, അതെ ഐഷുമ്മക്ക് എന്തോ അപകടം പറ്റുന്നു, എന്തോ സംഭവിക്കുന്നു. കൈകാലുകൾ തളരുന്നു, വായിൽ വെള്ളം വറ്റുന്നു, ആകെ വേർത്തൊഴുകുന്നു. ഷമ്മാസ് ഉമ്മയെ കോരിയെടുത്തു നേരെ അതാ കാറിലേക്ക് കൊണ്ടുപോകുന്നു. പോകുമ്പോൾ നവാസിനെയും വിളിച്ചു. എന്താ? കരഞ്ഞുകൊണ്ട് നവാസ് ഇറങ്ങി വന്നു. എന്ത് ഷാമോനെ, എന്ത് പറ്റിയത്? ഉമ്മാക്ക് എന്തെന്നറിയടാ, എന്താ പ്രഷർ കുറഞ്ഞോ കൂടിയോ ഷുഗർ കുറഞ്ഞോ എന്തോ അറിയില്ല, ആകെ വേർത്ത് തളർന്നു പോകുന്നു. അല്ല, അപ്പോഴേക്കും നവാസും അതാ അങ്ങോട്ട് കയറി. നുസി, ഞങ്ങൾ പോയിട്ട് വരാം, മക്കളെയൊക്കെ നോക്കിട്ടോ. ആ ആയിക്കോട്ടെ. പഠിച്ചോനെ, ഉമ്മാക്ക് എന്താ റബ്ബെ പറ്റിക്ക, ഞാനും വരട്ടെ. വേണ്ട, നീ ആ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാനാ? അതെ, അവിടെ നുസൈബിയും മക്കളും മാത്രമായി. ഒരു നിമിഷം. എന്നാൽ ഈ സമയം അതാ ഉസ്താദ് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഹലോ ഷാമോനെ. പിന്നെ എന്തൊക്കെ? അത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഉസ്താദെ, നിങ്ങളങ്ങോട്ട് പോയിക്കൊണ്ട് ഉമ്മാക്ക് ചെറിയൊരു ക്ഷീണം, അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? അല്ലാ, എന്ത് പറ്റിയത്? എന്നാൽ അപ്പോൾ തന്നെ അതാ ഉസ്താദ് സമീറയോട് കാര്യം പറയുന്നു. മോളെ ഷെമി, പിന്നെ ഹൈഷുമ്മക്ക് എന്തു സുഖമില്ലാന്നോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പഠിച്ചോനെ, ഉമ്മാക്ക് എന്ത് പറ്റിയത്? അപ്പോൾ തന്നെ അതാ സമീറ ഇട്ടിട്ട് പറഞ്ഞു, ഇക്ക നമുക്ക് പോവാ, ഐഷുവിനെ കൊണ്ടുപോവാ, വരി. അല്ല, സമീറക്ക് ആകെ ടെൻഷനാകുന്നു. നീ വിഷമിക്കല്ലേ വേണേ, ഒന്നും സംഭവിക്കില്ല. അതെന്തെങ്കിലും പ്രഷർ കുറഞ്ഞെന്തായിരിക്കും. ഞാൻ ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിച്ചിരുന്നില്ല. അത് ഉമ്മക്ക് വിഷമം ഉണ്ടാകുന്ന കേട്ടാൽ പ്രഷർ കുറയും, പിന്നെ പല പ്രശ്നങ്ങൾ വരും. പാവാണ്. അല്ല, ഒന്നുമില്ല, ഞാൻ മതിയായിരുന്നേ. അവരും നേരെ ഹോസ്പിറ്റലിലേക്ക്. ഐഷുമ്മക്ക് എന്തു പറ്റി? പുത്തൻവീട് തറവാട്ടിന് നാഥനില്ലാതെയാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, സമീറക്കും വല്ലാത്ത ബേജാറ്, നുസൈബക്കും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.